നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് എപ്പോഴെങ്കിലും പുറത്ത് പോകണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോകണം, ആ സമയത്ത് നിങ്ങളുടെ ഹെയർ നിങ്ങളെ ചതിക്കാറുണ്ടോ ഗൈസ്? ലൈക്ക് എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകണം, ആ ദിവസം ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഹെയർ ഭയങ്കര ഓയിലിയും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നിങ്ങളോട് പറയാൻ പോണത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പണ്ടൊക്കെ നമ്മൾ 90s കിട്ടാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, അവിടെ പൗഡർ ഇട്ടിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക ആ ഓയിലിനെസ് ഒന്ന് മാറാനായിട്ട്. പക്ഷേ അതുകൂടാണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴല്ല, ഇത് കുറേ പണ്ടുള്ളതാണ്, പക്ഷേ ഞാൻ ഇപ്പോഴാണ് അത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഗൈസ്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. കാരണം നമുക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്യുക. ലൈക്ക് ഞാൻ പറയണത് വേറെ ഒന്നുമല്ല, ബെറ്റസ്റ്റീരെ ഹെയർ ഡ്രൈ ഷാംപൂ ആണ്. ഓക്കെ, ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ഒരു ഫുള്ളർ വോള്യൂമും തരും, അതുകൂടാണ്ട് ഈ ഓയിലി സ്കാൽപ്പാണെങ്കിൽ അത് ഒറ്റയടിക്ക് പോവുകയും ചെയ്യും, പിന്നെ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലും തരും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു 2-3 മാസമായിട്ടുള്ളൂ. എനിക്കിതിനെക്കുറിച്ച് അറിയായിരുന്നു, പക്ഷേ ഞാൻ ഇത് ഇത്രയ്ക്കും ഇഫക്റ്റീവ് ആണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വർക്കിന് എന്നും പോണ കാരണവും ചില സമയത്തൊക്കെ ലേറ്റ് ആവും ഞാൻ പോകാനായിട്ട്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഈ ഒരു സംഭവം നന്നായിട്ട് ഷെയ്ക്ക് ആകുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലത്തുള്ള ഇതൊക്കെ ആക്ടിവേറ്റ് ആവുള്ളൂ എന്ന് ഇവർ പറയണത്. അപ്പോൾ അത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ ഇപ്പോൾ ഇത് ക്രൗൺ ഭാഗത്ത് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, വേറെ ഫുൾ ഹെയർ ലെങ്ത്തിലല്ല. നമ്മുടെ എവിടെയാണ് സ്കാൽപ്പ് ഓയിലി ആയിട്ട് തോന്നുന്നത് അവിടെ മാത്രം. അപ്പോൾ ഞാൻ ചെയ്യണത് ഇവിടെ ഈ ക്രൗൺ ഏരിയയിൽ മാത്രമാണ് കേട്ടോ. ബാക്കി മീൻസ് ഇത്രയും ഒരു പോർഷൻ മാത്രമാണ് ഞാൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യുക ഹെയർ. മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ കോംബ് ചെയ്തിടുക കേട്ടോ, ഒരു നല്ല ചടയൊന്നും ഇല്ലാണ്ട് നല്ല കോംബ് ചെയ്തിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെക്ഷൻ ചെയ്യുക ഹെയറിനെ. അപ്പോൾ ഞാനിവിടെ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഹെയർ ആക്ച്വലി ഭയങ്കര ഡ്രൈ ആണ്, വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഇത് യൂസ് ചെയ്ത് ഞാൻ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്തു. ഓക്കെ, ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളിത് സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതുപോലെ വരും, കണ്ടോ, ഇങ്ങനെ വെള്ള പൗഡർ പോലെ വരും. അത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യുക. അത് നമ്മൾ എത്ര ഏതൊക്കെ ഏരിയ ആണോ അവിടേക്ക് ഇങ്ങനെ സെക്ഷൻ ചെയ്തിട്ട് അവിടേക്ക് കോംബ് ചെയ്തിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ വൈറ്റ്നെസ്സും പോയി, ഈ മുടി നല്ല ഇങ്ങനെ ശരിക്കും നമ്മുടെ ഹെയറിൽ ഇപ്പോൾ തീരെ ഓയിലും ഇല്ല, നല്ല ബൗൺസി ആയിട്ടും കിടക്കും, പിന്നെ സെറ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് അലമ്പായിട്ട് കിടക്കില്ല. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇപ്പം ഞാനിവിടെ UK മേടിച്ചത് ബെറ്റസ്റ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് വേറെ കുറേ ബ്രാൻഡ്സിൻ്റെയും കിട്ടും, ലോറിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീബ്ലണ്ട് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഇതിരിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.